രാജ്ഭവന് മുന്നിലെ പരിപാടിയിൽ ഇപ്പോൾ കർദിനാൾ മാർ ക്ലെമീസ് ബാവ സംസാരിക്കുകയാണ്. തത്സമയം. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. ഈ ജനം നിങ്ങളുടെ സമർപ്പണത്തിൽ സന്തോഷിക്കുന്നു. നാം എന്തിനാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? ഫ്ലാഗ് ഉയർത്തിക്കൊണ്ട് അഭിനന്ദനായ ക്രിസ്തുദാസ് പിതാവ് സൂചിപ്പിച്ചു, രണ്ട് സന്യാസിനിമാർ, രണ്ട് കന്യാസ്ത്രീകൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. അകാരണമായി. വാക്കുകൾക്ക് അർത്ഥമുണ്ടല്ലോ. ആരോപിക്കപ്പെടുന്നത് കൊണ്ട് ആരും കുറ്റക്കാരാകുന്നില്ലല്ലോ. രണ്ട് സന്യാസിനികൾ. നമ്മുടെ ഭാരതത്തിന്റെ പേര് ആർഷഭാരതമെന്നല്ലേ? സന്യാസിമാരെ ബഹുമാനിച്ച് അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു സംസ്കാരത്തിൽ സന്യാസ തിരുവസ്ത്രമണിഞ്ഞ് അവരുടെ ശുശ്രൂഷയുടെ ഭാഗമായി സഹായഹസ്തം നൽകി അവരെ സ്വീകരിച്ചുകൊണ്ടുപോകാൻ വന്നതിന്റെ പേരിൽ ആൾക്കൂട്ട വിചാരണ നേരിടുന്ന ഒരു സന്ദർഭം ഓർക്കണം. ഏറെ വേദനിപ്പിച്ച സംഭവം. ഈ സന്യാസിനിമാർക്ക് ജാമ്യം കിട്ടിയില്ല എന്നതിനേക്കാൾ ദുർഗിലെ സെഷൻസ് കോടതി ഇവർക്ക് ജാമ്യം നിഷേധിക്കുമ്പോൾ അതിലാഹ്ലാദിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ആരവവും ആക്രോശവും കേൾക്കുന്നതിനിടയായി. ഇതാണോ മതേതര ജനാധിപത്യം? ഇതാണോ ആർഷഭാരത സംസ്കാരം? ഈ രാജ്യത്ത് ക്രൈസ്തവ സമൂഹം ജീവിക്കുന്നത് 2000 വർഷത്തെ ചൈതന്യത്തിലും സംരക്ഷണയിലുമാണ്. അനേക തവണ ആവർത്തിച്ചിട്ടുള്ളത് ഈ തിരുമുറ്റത്തും ആവർത്തിക്കുന്നു. കോടാനുകോടി ജനങ്ങൾ, ഹൈന്ദവ സഹോദരങ്ങൾ, ഹൈന്ദവ കുടുംബങ്ങൾ, ഈ ക്രിസ്തീയ കുടുംബങ്ങൾക്ക് ഉദാത്തമായ സംരക്ഷണവും സ്നേഹവും നൽകി ഈ നാട്ടിൽ സംരക്ഷിച്ചു നിർത്തിയ അവികലമായ ഒരു പാരമ്പര്യവും ചൈതന്യവുമുണ്ട്. അവരോടെല്ലാം ഞങ്ങൾക്ക് ആദരവുണ്ട്. ആ സംസ്കാരത്തിലാണ് ഞങ്ങളും ജീവിക്കുക. ഈ രണ്ട് സഹോദരിമാർ 6 ദിവസം തുറുങ്കിലടയ്ക്കപ്പെടുവാൻ പര്യാപ്തമായ കാരണങ്ങൾ ഈ പൊതുസമൂഹത്തിന് ബോധ്യമാകണ്ടേ? എന്താണ് കാരണം? മനുഷ്യക്കടത്ത്, മതപരിവർത്തനം ആരോപണമായി മുൻപിൽ നിൽക്കുന്നു. സത്യസന്ധമാണെങ്കിൽ എന്തിനാണ് അവരെ ഒളിഞ്ഞും തെളിഞ്ഞും നിർബന്ധിക്കുന്നത്? അവരുടെ ബന്ധുക്കളെ നിർബന്ധിക്കുന്നത്? ആരോപിക്കപ്പെടുന്ന ഈ കുറ്റം വേഗം ഭീകരമായ പട്ടികയിലാണല്ലോ പെടുത്തിയിരിക്കുക. ഇവർ നമ്മുടെ കേരളത്തിൽ ജനിച്ചു വളർന്ന നമ്മുടെ പെങ്ങന്മാരാണ്. ആരോ ചോദിക്കുന്നത് കേട്ടു, മറ്റൊരിടത്തും വലിയ പ്രശ്നമില്ലല്ലോ, കേരളത്തിൽ എന്താ ഇത്ര വലിയ പ്രശ്നമെന്ന്. സാക്ഷരതയിൽ ഒന്നാമത് നിൽക്കുന്ന മിഷണറിമാർ വിദ്യാഭ്യാസം കൊണ്ടുവന്നിട്ടുള്ള ഈ ദേശത്തെ ചിന്തിക്കുന്ന ക്രിസ്ത്യാനികൾ മാത്രമല്ല, സകല സുമനസ്സുകളും ഒരുപോലെ ചോദിക്കുന്നു, ഇതെന്ത് നീതി, ഇതെന്ത് ന്യായം? ഇതിനാണ് നാം ഒരുമിച്ചുകൂടി ഈ പൊതുസമൂഹത്തോട് പങ്കുവയ്ക്കുക. ഇതൊരു വ്യക്തിയോടോ ഒരു രാഷ്ട്രത്തോടോ ഒരു ജനാധിപത്യ സംവിധാനത്തോടോ ഭരിക്കുന്ന പാർട്ടിയോടോ ഉള്ള വെല്ലുവിളിയല്ല. ഇതൊരാവശ്യമാണ്. ന്യായമായി മതന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹം ഈ രാജ്യത്തെ ഭരണാധികാരികളുടെ മുമ്പിൽ വയ്ക്കുന്ന ന്യായമായ ഒരപേക്ഷയാണ്. മതേതരത്വം ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അധികാരവും അവകാശവും
വിശുദ്ധമായ ഒരു ഭരണഘടന നൽകിയ രാജ്യത്തെ ജനങ്ങളാണ് ആവശ്യപ്പെടുക. ഈ സന്യാസിനിമാർ വിദേശികളൊന്നുമല്ല. ഈ സന്യാസിനിമാർ ഭാരതത്തിന്റെ പൈതൃകം പേറുന്ന രണ്ട് പെങ്ങന്മാരാണ്, രണ്ട് സഹോദരിമാരാണ്. അവർ ചെയ്ത അപരാധം ഈ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് അധികാരികളുടെ ധാർമ്മികമായ ബാധ്യതയാണ്. പ്രിയപ്പെട്ട ഭരണാധികാരികളെ, ഈ കാര്യം ആവശ്യപ്പെടുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ രാജ്യത്തിന്റെ മുക്കും മൂലയും എല്ലാം പരിശോധിച്ചാൽ നമ്മുടെ മഹാത്മജിയുടെ വാക്കുകൾ എത്രയോ അർത്ഥവത്താണ്. ഭാരതത്തിന്റെ ആത്മാവ് ഗ്രാമങ്ങളിൽ വസിക്കുന്നു. ഗ്രാമങ്ങളിൽ വസിക്കുന്നവരുടെ ഇടയിൽ വിദ്യാഭ്യാസവും ആതുര ശുശ്രൂഷയും നൽകിയ തിരുവസ്ത്രമണിഞ്ഞ രണ്ട് കന്യാസ്ത്രീകൾ ഇന്ന് ദുർഗിലെ കൽത്തുറുങ്കിലാണ്. 6-ാം ദിവസം കഴിഞ്ഞു. ഈ രാജ്ഭവന്റെ അങ്കണത്തിൽ അത് പൂർണ്ണമാകണമെങ്കിൽ ഈ കത്തോലിക്ക അതിരൂപത അങ്കണത്തിൽ നമുക്ക് ഏറ്റവും അടുത്തത് ഏറ്റപ്പിതാവിന്റെ മുറിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞത്. ആരാ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്? ആരാണ് ഈ അപേക്ഷ മുമ്പോട്ട് വയ്ക്കുന്നത്? ഈ ദേശത്ത് കലാപമുണ്ടാകുമ്പോഴും ഏറ്റവും ഒടുവിൽ കേരളത്തിൽ ചുരൽമലയിലും മുണ്ടക്കയിലും വിലങ്ങാടുമൊക്കെ മനുഷ്യരെ വെള്ളം കാർന്നെടുത്തു കൊണ്ടുപോയപ്പോ ഓടിയെത്തിയ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധികളാണ് ഇവിടെ കൂടിയിരിക്കുക. ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ. നിലയില്ലാതെ നിക്കക്കള്ളിയില്ലാതെ മനുഷ്യൻ ക്ലേശിച്ചില്ലേ? ജീവൻ മറന്ന് സ്വന്തം വള്ളത്തിൽ തുഴഞ്ഞ് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമേകിയവരുടെ പിൻതലമുറക്കാരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. സംശയിക്കരുത്. വെറുതെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതല്ല. ഈ രാജ്യത്തിന്റെ നെറുകയിൽ, ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ, ഇവിടുത്തെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ വേദന ഈ രാജ്യത്തെ ഭരണാധികാരികളോടല്ലാതെ ഞങ്ങൾ ആരോടാണ് പറയുക? ആ വേദനയാണ് ഇവിടെ പങ്കുവയ്ക്കുക. ബിലാസ്പൂരിലെ NIA കോടതിയിലേക്ക് വിഷയം റഫർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നീതി നടപ്പാകണം. മാക്സിമം ദിവസം അവരെ ജയിലിൽ അടച്ചുകൊണ്ടല്ല, ഒരു ദിവസം നേരത്തെ അവരെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടാണ് എന്നത് നീതിയുടെ ഭാഗമാണ്. മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാനീ പറയുന്ന സത്യസന്ധമായിട്ട് മാത്രമേ ചെയ്യാവൂ. ഒരു നല്ല കാര്യം ഈ സംസ്ഥാനത്തെ BJPയുടെ അധ്യക്ഷൻ പറഞ്ഞു. കന്യാസ്ത്രീകളുടെ മേൽ ആരോപിക്കപ്പെട്ടത് ശരിയല്ല, അത് സത്യമല്ല എന്ന് ഇവിടുത്തെ BJPയുടെ പ്രസിഡന്റ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ നമുക്കെന്ത് പറയാൻ? എങ്കിൽ പിന്നെ എന്തിനാ കൽത്തുറുങ്ക് വിട്ടയച്ചാ പോരെ? ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാനത്തിന്റെ പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്തിനാ അവിശ്വസിക്കുന്നത്? വേഗത്തിൽ അവരെ മോചിപ്പിച്ച് അവരെ അതിന് തടങ്കലിലാക്കിയവർക്ക് എതിരെ നടപടി ഉണ്ടാകണം. ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. ചില പത്രമാധ്യമങ്ങളൊക്കെ ഈ ദിവസങ്ങളില് പിതാക്കന്മാരെയൊക്കെ കാണുന്നുണ്ട്, തുടരെ കാണുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്നു, ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ആവുമ്പോ
കേക്കും ഒക്കെ ആയിട്ട് വരികയും പിന്നീട് സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നതെന്ന് എന്റെ അഭിപ്രായത്തിൽ സംഭാഷണം വിഷയങ്ങൾക്ക് പരിഹാരം നിർണയിക്കുവാൻ സാധ്യമാകുന്ന ഘടകമാണ്. സംസാരിക്കാതെ ഇരിക്കുന്നത് വഴി ഒന്നും നന്മയുണ്ടാവില്ല. പക്ഷേ അതിൽ കുറെ കൂടി ആത്മാർത്ഥത ഈ ക്രൈസ്തവ സമൂഹം പ്രതീക്ഷിക്കുന്നു എന്നതാണ് പരമാർത്ഥം. വാക്ക് ദ ടോക്ക് എന്ന് പറയാറുണ്ടല്ലോ. പറയുന്നത് പ്രവർത്തിക്കുന്നതിന്റെ ആ ഒരു ആധികാരികത നാം പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ ഈ സഹോദരിമാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇവർ രണ്ടുപേരുടെ ഒരു റിലീസ് എന്നതിനേക്കാൾ നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ ഭാരതത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് ആരോപിക്കപ്പെടുന്നത് പോലെ ഒരു 2000 വർഷമായി മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ ഇപ്പോഴും നമ്മുടെ ജനസംഖ്യ 2.5% പോയിട്ടില്ല. 2000 വർഷമായിട്ടുള്ള അധ്വാനമാണെന്നാ പറയുക. തെറ്റിദ്ധരിക്കപ്പെട്ട അനേകം ഘടകങ്ങളുണ്ട്. അത് സംഭാഷണത്തിലൂടെ പരിഹരിക്കപ്പെടണം. കർദിനാൾ ക്ലെമീസ് കാതോലിക്ക ബാവയാണ് പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുന്നത്. രാജ്ഭവന്